ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 22-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോസേപ്പും അവൻ്റെ പിതൃഭവനവും മിസ്രയീമിൽ പാർത്തു. യോസേപ്പ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രയീമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മക്കളും യോസേപ്പിൻ്റെ മടിയിൽ വളർന്നു. അനന്തരം യോസേപ്പ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേപ്പ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേപ്പ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യൗസേപ്പിൻ്റെ മരണകാലം വരികയാണ്, മരണത്തോടടുക്കുകയാണ്. എന്ത് സംഭവബഹുലമായ ജീവിതം അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതവും അങ്ങനെയല്ലേ? സംഭവബഹുലമല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കൂ, എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നത്. ഏതെല്ലാം വഴികളിലൂടെയാണ് നാം നടന്നെത്തിയത്, ഏതെല്ലാം കടമ്പകളാണ് നാം ചാടിക്കടന്നത്, ഏതെല്ലാം വഴിതരണികളിലൂടെയെല്ലാം നാം യാത്ര ചെയ്തു,
ഏതെല്ലാം ദുർഘടങ്ങളെ നാം അഭിമുഖീകരിച്ചു, എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നമുക്ക് എതിരായി വന്നു. ഓർക്കൂ, എന്ത് ക്ലേശനിർഭരമായ ക്ലേശഭൂയിഷ്ടമായ ജീവിതമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, എന്ത് സംഭവബഹുലമായ ജീവിതം. ഓരോരുത്തരും തിരിഞ്ഞു നോക്കൂ. ഓരോന്ന് ഓർക്കുമ്പോൾ നാം അത്ഭുതപ്പെടും. ഞാൻ ഇവിടം വരെ എത്തിയല്ലോ എന്ന്, ഇവിടം വരെ ഞാൻ എത്തിയല്ലോ എന്ന്, ഇവിടം വരെ ഞാൻ എത്തിയത് ഒരു അത്ഭുതമല്ലേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. പാപം വന്നു, പോരായ്മകൾ വന്നു, കൊള്ളരുതായ്മകൾ വന്നു, സംഭവിക്കരുതാത്തത് വല്ലതും സംഭവിച്ചു. എന്നിട്ടും ദൈവം എന്നെ ചേർത്തു. ലംഘനങ്ങൾ ക്ഷമിച്ചു തന്നു, അകൃത്യങ്ങൾ പാപങ്ങൾ മറച്ചു തന്നു. ദൈവം എൻ്റെ പാപങ്ങളെല്ലാം മോഹിച്ചു തന്നു. ദൈവം എൻ്റെ മഹാപാപങ്ങൾ ക്ഷമിച്ചു തന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. ആഴമുള്ള കുഴിയിലും കുഴഞ്ചേറ്റിലും ഞാൻ താണു പോയിരുന്നു. ഞാൻ കയറാൻ ശ്രമിക്കുമ്പോഴെല്ലാം താണു പോകുന്ന കുഴഞ്ഞ ചേറായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരം വന്ന് എന്നെ പിടിച്ചുയർത്തി, എന്നെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനം സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഏതെല്ലാം വഴികളിലൂടെ എല്ലാം ഞാൻ നടന്നു വന്നു, എല്ലാ ഒരു അദൃശ്യ കരം എന്നെ താങ്ങി. സ്നേഹിത, നിന്നെ താങ്ങിയ കരം നീ കാണുന്നുണ്ടോ? ഇതുവരെ നിന്നെ നടത്തിയ കരം, നിൻ്റെ ആയുസ് നീട്ടിത്തന്ന കരം. മരണം നിൻ്റെ പടിവാതിൽക്കലൊന്ന് മുട്ടിയപ്പോൾ മരണദൂതനെ ശാസിച്ചകറ്റി നിനക്ക് ആയുസ് കരുണയുള്ള കർത്താവ് നീട്ടിത്തന്ന കാലം. മകനെ, നിനക്ക് ഓർമ്മയുണ്ടോ? മകളെ, നിനക്ക് ഓർമ്മയുണ്ടോ? തലമാറി കിടത്തിയതല്ലേ? ഇതാ വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങിയതല്ലേ? ഇതാ തീർന്നു എന്നോർത്ത് നിൻ്റെ അവസാന നിമിഷങ്ങൾ ഇതാ നിൻ്റെ പ്രിയപ്പെട്ടവർ അതിദുഃഖത്തോടെ നമ്മൾ ആനവദനരായി വിതുമ്പി ഏങ്ങലടിച്ചുകൊണ്ട് നിന്നതല്ലേ? തീർന്നു എന്ന് കരുതിയതല്ലേ? പക്ഷേ ദൈവം സമ്മതിച്ചില്ല തീർന്നു പോകാൻ. അന്ന് തീരാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് നീ ആയുസ്സോടെ നിൽക്കുന്നു. നിൻ്റെ മക്കളെ നീ കണ്ടു, മക്കളുടെ മക്കളെ നീ കണ്ടു. ദൈവത്തിലെ സ്വർഗത്തിലെ ദൈവം നിന്നെ നടത്തിയത് എന്ത് അതിശയകരമായ വഴികളിൽ കൂടെ. യൗസേപ്പ് ഇതാ 110 വയസ്സ് പ്രായമായി. യൗസേപ്പ് സഹോദരന്മാരെ വിളിച്ചു. യൗസേപ്പിന് സന്തോഷത്തോടെ ഓർക്കാം. മക്കളെ കണ്ടു, മനശ്ശെയും എഫ്രയീമും. മക്കളുടെ മക്കളെ കണ്ടു, മനശ്ശെയുടെ മക്കളെയും എഫ്രയീമിൻ്റെ മക്കളെയും. ഇവരെയെല്ലാം വളർത്തി, അവരെയെല്ലാം താലോലിച്ചു. യൗസേപ്പ് വാർദ്ധക്യത്തിലായി, 110 വയസ്സായി. യൗസേപ്പിൻ്റെ അപ്പനായ യാക്കോബ് 147 വയസ്സ് വരെ ജീവിച്ചിരുന്നു. യൗസേപ്പിൻ്റെ അപ്പൻ്റെ അപ്പനായ ഇസ്ഹാക്ക് 180 വയസ്സ് വരെ ജീവിച്ചിരുന്നു. യൗസേപ്പിൻ്റെ അപ്പനായ യാക്കോബിൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെ അപ്പനായ അബ്രഹാം 175 വയസ്സ് വരെ ജീവിച്ചിരുന്നു. യൗസേപ്പിന് 110 വയസ്സ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ഓരോരുത്തരെയും കുറിച്ച് നാം വായിക്കുമ്പോൾ അബ്രഹാം മരിച്ചു അടക്കപ്പെട്ടു, ഇസ്ഹാക്ക് മരിച്ചു അടക്കപ്പെട്ടു, യാക്കോബ് മരിച്ചു അടക്കപ്പെട്ടു. ഓരോരുത്തരെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ തൻ്റെ ജനത്തോട് ചേർന്നുവെന്ന്. സ്നേഹിതരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാമും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഏത് വയസ്സിലാണെന്ന് അറിഞ്ഞുകൂടാ. ദീർഘായുസുണ്ടോ ആർക്കറിയാം? എന്നാണ് മരണം നമ്മെ പിടികൂടുന്നത് ആർക്കറിയാം? മരണത്തിൻ്റെ ആ തണുത്ത കരങ്ങൾ നമ്മെ തലോടുന്നത് എപ്പോഴെന്ന് ആർക്കറിയാം? ഉള്ളംകാലം തുടങ്ങി നെറുകന്തല വരെ ഈ തണുപ്പ് കയറുന്നത് എപ്പോൾ ആർക്കറിയാം? ശ്വാസം നിലയ്ക്കുന്നത് എപ്പോൾ ആർക്കറിയാം? രക്ത ഓട്ടം നിലയ്ക്കുന്നത് എപ്പോൾ ആർക്കറിയാം? ഈ മിടിക്കുന്ന ചങ്ക് നിശ്ചലമാകുന്നത് എപ്പോൾ? പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഇതാ ഒരു നാൾ ഞാൻ മരിക്കും. യൗസേപ്പ് മരിക്കാറായി. യൗസേപ്പ് സഹോദരന്മാരെ വിളിച്ചു, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കാനുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ നാം ഈ ഫറവോൻ്റെ നാട്ടിലല്ലേ, മിസ്രൈമിലല്ലേ? ഇന്ന് ഫറവോൻ എനിക്ക് നല്ല അധികാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഈ ദേശത്തിലൊക്കെയും മേലധികാരിയായി വാഴുകയാണ്. എൻ്റെ സ്ഥിതിയും എൻ്റെ നിലയും വിലയും എല്ലാം നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ ഈ നിലയും വിലയും എല്ലാം ഈ ഭൂമിയിൽ ഇതെല്ലാം വിട്ട് എല്ലാവരും പോകുന്ന അതേ വഴിയിൽ കൂടി ഞാനും ഇതാ കടന്നു പോവുകയാണ്. എല്ലാവരും പോകുന്നൊരു വഴിയുണ്ട്. ധനികനും ദരിദ്രനും പോകുന്ന ഒരു വഴിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയും ബുദ്ധിഹീനനും പോകുന്ന ഒരു വഴിയുണ്ട്. പണ്ഡിതനും പാമരനും പോകുന്നൊരു വഴിയുണ്ട്. ശിശുവും വൃദ്ധനും പോകുന്നൊരു വഴിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ, എല്ലാവരും പോകുന്നൊരു വഴി, അത് മരണത്തിൻ്റെ വഴിയാണ്. മരണം ആർക്കും വ്യത്യാസമില്ല, എല്ലാവരും ഈ വഴിയെ പോയേ തീരൂ. യോസേഫ് പറഞ്ഞു, ഞാനിതാ മരിക്കാറായിരിക്കുന്നു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ എന്നെ ഈ മിസ്രയീമിൽ അടക്കരുത്. എൻ്റെ പിതാക്കന്മാരെ അടക്കിയ അങ്ങ് കനാനിൽ മക്പേല ഗുഹയിൽ കൊണ്ടുപോയി എന്നെ അടക്കണം. എൻ്റെ അപ്പനായ അബ്രഹാമിനെ അവിടെ അടക്കി, എൻ്റെ അമ്മൂമ്മയായ സാറായി അവിടെ അടക്കി, എൻ്റെ അപ്പൻ്റെ അപ്പനായ ഇസ്ഹാക്കിനെ അവിടെ അടക്കി,
എൻ്റെ അപ്പൻ്റെ അമ്മയായ റിബേക്കയെയും അവിടെ അടക്കി. എൻ്റെ അപ്പനായ ഈ യാക്കോവിനെയും അവിടെ അടക്കിയത് അറിയാമല്ലോ. എൻ്റെ ചിറ്റമ്മയായ ലേയയെയും അവിടെ അടക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിനൊരു സങ്കടം, റാഹേലിനെ അവിടെ അടക്കാൻ കഴിഞ്ഞില്ല. പിതാക്കന്മാരുടെ കല്ലറയുള്ള നഗരത്തിൽ അവിടെ മക്പേല ഗുഹയിൽ കൊണ്ടുപോയി അടക്കാൻ കഴിഞ്ഞില്ല. യൗസേപ്പിൻ്റെ ഉള്ളം വിതുമ്പുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് യൗസേപ്പ് കൊച്ചുകുട്ടിയാണ്. എന്താണ് കാരണമെന്നൊന്നും അറിയാൻ യൗസേപ്പിന് പ്രായമായില്ല. എന്നാൽ പിന്നീട് യൗസേപ്പ് ഓർത്തു, രണ്ടാമത്തെ പ്രസവത്തോടെ എൻ്റെ അമ്മ റാഹേൽ മരിച്ചു. എൻ്റെ അനുജൻ ബെന്യാമീനെ പ്രസവിച്ച് ഉടനെ അമ്മ മരിച്ചു. അപ്പനെ ഏങ്ങളടിച്ച് കരഞ്ഞുകൊണ്ട് കുഴി തീർക്കാനുള്ള ചട്ടം കെട്ടുകളെല്ലാം തയ്യാറാക്കി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അവിടെ ബേത്ത്ലേഹേമിലേക്കുള്ള വഴിയിൽ എഫ്രാത്തിയിൽ എത്തുന്നതിന് മുൻപ് അവിടെ ആ വഴിയോരത്ത് ഒരു കുഴി താഴ്ത്തി അമ്മയെ അവിടെ അടക്കം ചെയ്തിട്ട് കൈക്കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് അപ്പൻ നടന്നു പോയത് മാത്രം യൗസേപ്പിന് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യൗസേപ്പിൻ്റെ ഉള്ളിൽ വിതുമ്പുന്നു. ഇന്ന് യൗസേപ്പിന് അറിയാൻ കാര്യം എന്താണെന്ന്. യൗസേപ്പിന് പ്രായമായി. അമ്മയെ അവിടെ അടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന്, അതിൻ്റെ ആത്മീയം എന്തായെന്ന് യൗസേപ്പിന് മനസ്സിലായിട്ടുണ്ട്. യൗസേപ്പ് ദൈവഭക്തനാണ്. യൗസേപ്പിന് ദൈവത്തെ ഭയമുണ്ട്. യൗസേപ്പ് ഓർത്തു, എൻ്റെ അമ്മയ്ക്ക് ദൈവഭയമില്ലാതെ പോയല്ലോ, ഒരു ദൈവം കാണുന്നുണ്ടെന്ന് ഓർമ്മയില്ലാതെ പോയല്ലോ, സത്യമായും ഒരു ദൈവം അറിയുന്നുണ്ട് എന്ന വിചാരമില്ലാതെ എൻ്റെ അമ്മ ചിന്തയില്ലാത്തവളെ പോലെ കഴിഞ്ഞല്ലോ. വേദനയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ അറിയാതിരിക്കുന്ന അപ്പനെ ഓർത്ത് കരയണം. ദൈവത്തെ അറിയാതിരിക്കുന്ന അമ്മയെ ഓർത്ത് കരയണം. ദൈവത്തെ അറിയാത്ത മക്കളെ ഓർത്ത് കരയണം. ദൈവത്തെ അറിയാത്ത ഭാര്യയെ ഓർത്ത് കരയണം. മകളെ, ദൈവത്തെ അറിയാത്ത നിൻ്റെ ഭർത്താവിനെ ഓർത്ത് നീ കരയണം. ദൈവത്തിന് സ്തോത്രം. ഓ സഹോദരങ്ങളെ, എൻ്റെ കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് യെറൂശലേം തെരുവിലൂടെ ഗോകുൽത്തായിലേക്ക് നീങ്ങുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരിഞ്ഞു നോക്കി സിയോൻ കന്യകമാരെ നോക്കി പറഞ്ഞു, യെറൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മക്കളെ ഓർത്ത് കരയണം. വരുന്ന തലമുറയോർത്ത് കരയണം. പൂർവ്വ പിതാക്കന്മാരെ ഓർത്ത് കരയണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആയുസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്താണ്? നിങ്ങൾക്ക് അനുഭവിക്കാനും അറിയാനും അടുക്കാനും പറ്റിയ എല്ലാവരെയും ദൈവവഴിയിലേക്ക് തിരിക്കണം പ്രിയരെ. ദൈവത്തെ അറിയുന്നവരാക്കി തീർക്കണം പ്രിയരെ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ദൈവവേലയിൽ സഹായിക്കാൻ പറ്റും? എങ്ങനെയെല്ലാം ദൈവവേലയിൽ സഹകരിക്കാൻ പറ്റും? എൻ്റെ മാന്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വേലയ്ക്ക് എങ്ങനെയെല്ലാം നിങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ദൈവവേലയെ നിങ്ങൾക്കൊന്ന് പിന്തുണയ്ക്കാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിൻ്റെ ഉള്ളം വിതുമ്പി. റാഹേൽ, യൗസേപ്പ് ഓർമ്മയുണ്ട്, മുഴുവനും നല്ല ഓർമ്മയിലല്ല. യൗസേപ്പ് അന്ന് ഇതാ ചെറുപ്രായമാണ്. റാഹേൽ അന്ന് ആ കൂടാരത്തിൽ ഒരു വലിയ ചാക്കുകെട്ടിൻ്റെ മീതെ ഇരിക്കുന്നു. അത് യൗസേപ്പിന് ഓർമ്മയുണ്ട്. അമ്മ അവിടെ ഇരിക്കുന്നു. അമ്മ പറഞ്ഞതൊന്നും യൗസേപ്പിന് മനസ്സിലാകുന്ന പ്രായമല്ല. അമ്മ അന്ന് പറയുന്നതൊന്നും യൗസേപ്പിന് പിടികിട്ടുന്നില്ല. എന്താണ് അമ്മ പറഞ്ഞത്? അമ്മ പറഞ്ഞത് എന്താണ്? കഥ നിങ്ങൾക്കറിയാമോ പ്രിയരെ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നാം ത്രിൽഡാകുന്ന, നാം അങ്ങ് ആത്മീയ അനുഭൂതിയിലാകുന്ന, അനുഭവ സമ്പത്ത് നേടുന്ന ഒരു നല്ല അവസരം നമുക്കിവിടെ കാണാം. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കും ആത്മാവിൽ ത്രിൽഡാകാം. എന്താണ്? യാക്കോബ് തൻ്റെ ഭാര്യമാരെ റാഹേലിനെയും ലേയയെയും എല്ലാം കൂട്ടിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, യാക്കോബ് മുന്നോട്ട് പോവുകയാണ്. മക്കളുണ്ട്, ആടുമാടുകളുണ്ട്, ദാസിദാസന്മാരുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നീങ്ങുകയാണ്. അങ്ങ് ലാബാൻ്റെ ഭവനത്തിൽ നിന്ന്, യാക്കോബിൻ്റെ അമ്മാവനും അമ്മായപ്പനുമായ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് കനാനിലേക്ക് തിരികെ പോവുകയാണ്. പോകുന്ന ആ സമയത്ത് ഇതാ 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. ഇതാ പിറയിൽ നിന്ന് എത്തി വരുന്നു, ഓടി വരുന്നു ഒരു കൂട്ടം സംഘം. ആരാണ്? ലാബാനും കൂട്ടരും ഓടി വരുന്നു. അത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ലാബാനും കൂട്ടരും ഓടി വരികയാണ്. അത് 31-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. 22-ാം വാക്യം മുതൽ. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്ന് ഗലയാദ് പർവ്വതത്തിൽ അവനോട് ഒപ്പം എത്തി. 7 ദിവസം യാക്കോബിൻ്റെ അമ്മായപ്പനായ ലാബാൻ തൻ്റെ കൂട്ടുകാരോടുകൂടി, തൻ്റെ യോദ്ധാക്കളോടുകൂടി ഓടി യാക്കോബിൻ്റെ ഒപ്പം എത്തി. യാക്കോബിനെ തടഞ്ഞു നിർത്തി.
നീ എന്തിനാണ് ഒളിച്ചോടി പോകുന്നത്? നീ എന്നോട് ഒരു നല്ല വാക്ക് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകാൻ പാടില്ലായിരുന്നോ? എൻ്റെ ഈ ഓമന കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് ഉമ്മ വെച്ച് ചുംബിച്ച് യാത്ര അയക്കേണ്ടത് അതെൻ്റെ അവകാശമല്ലേ, എൻ്റെ ഒരു ആവശ്യമല്ലേ, അതൊരു ആനന്ദമല്ലേ? നീ എന്താണ് തടഞ്ഞത്? പോകട്ടെ, നിനക്ക് നിൻ്റെ പിതൃഭവനത്തെക്കുറിച്ച് എരിവേറി, നല്ലത് മോനെ, നീ പോയതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നീ എന്തിന് എൻ്റെ ഗ്രഹബിംബങ്ങൾ മോഷ്ടിച്ചു? യാക്കോബ് ചാടി എഴുന്നേറ്റു. എന്താ അപ്പൻ ഈ പറയുന്നേ? എൻ്റെ അമ്മാവൻ എന്നാ ഈ പറയുന്നത്? ഞാൻ മോഷ്ടാവാണെന്നോ? നെവർ, ഞാൻ മോഷ്ടിക്കുകയില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അതില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ തീരുമാനത്തോടെ നിൽക്കുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇല്ലല്ലോ, എൻ്റെ ഗ്രഹബിംബങ്ങൾ കാണാനുണ്ടല്ലോ. എൻ്റെ ഗ്രഹവിഗ്രഹങ്ങൾ എവിടെ? നീ പോകുന്നതോടുകൂടിയാണല്ലോ കാണാതായത്. നീ മോഷ്ടിച്ചതല്ലേ? അപ്പാ നോക്കിക്കോ, അമ്മായിപ്പനല്ലേ, അമ്മാവനല്ലേ, പൂർണ്ണ അധികാരമല്ലേ, നോക്കിക്കോ, എൻ്റെ കൂടാരങ്ങളൊക്കെയും പരിശോധിച്ചോളൂ. സമയത്ത് റാഹേൽ വേഗം പയ്യെ സൂത്രത്തിൽ അങ്ങ് ഉഴന്ന് ചുഴിഞ്ഞ് ആ കൂടാരത്തിനകത്തേക്ക് കടന്നു, റാഹേലിൻ്റെ കൂടാരത്തിലേക്ക്. അവൾ ഗ്രഹബിംബങ്ങൾ അവൾ മോഷ്ടിച്ചിരുന്നു. യാക്കോബ് ബാബു അറിഞ്ഞില്ല. ഭാര്യ ഈ ചതി ചെയ്തത് ഭർത്താവ് അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? റാഹേൽ വേഗം ആ ഗ്രഹബിംബങ്ങൾ വെച്ചിരിക്കുന്ന ആ ചാക്കുകെട്ടിന് മീതെ കയറിയിരുന്നു. അപ്പൻ ലേയുടെ കൂടാരം നോക്കി, അപ്പൻ യാക്കോബിൻ്റെ കൂടാരം നോക്കി, അപ്പൻ വേലക്കാരുടെ കൂടാരം നോക്കി, എല്ലാ കൂടാരവും നോക്കി വന്ന് റാഹേലിൻ്റെ കൂടാരത്തിൽ വന്നു. അപ്പൻ അവസാനം റാഹേലിൻ്റെ കൂടാരത്തിൽ വരാൻ കാരണമുണ്ട്. അപ്പന് ഈ റാഹേലിനെ കുറിച്ച് നല്ല ഇമ്പ്രഷനാണ്. ഈ മോൾ ഏതായാലും കുഴപ്പവും കാണില്ല, ഇവളെക്കുറിച്ച് ഒരു കുഴപ്പവും വിചാരിക്കേണ്ട കാര്യമില്ല. ഇതാ അപ്പൻ്റെ പ്രതീക്ഷ. സഹോദരങ്ങളെ, ഞാൻ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, മറ്റുള്ളവരുടെ പലരുടെയും പ്രതീക്ഷ നിങ്ങളെക്കുറിച്ച് നല്ലതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഹൃദയം കാണുന്നതെല്ലാം അറിയുന്നില്ലേ? സ്വർഗത്തിലെ ദൈവമെല്ലാം അറിയുന്നില്ലേ? ഞാൻ വളരെ ഗൗരവമായി നിങ്ങളെ ഓർപ്പിക്കട്ടെ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. എവിടെ ഒളിച്ചിരിക്കുന്നോ, എവിടെ മറഞ്ഞിരിക്കുന്നോ, എവിടെ നീ നിഗൂഢമായി ഒളിച്ചു വച്ചിരിക്കുന്നോ, സകലവും കാണുന്ന നിത്യനായ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലാബാൻ വന്നു, റാഹേലിൻ്റെ കൂടാരത്തിൽ വന്നു. റാഹേൽ കൂസലില്ലാതിരിക്കുകയാണ്. റാഹേൽ എല്ലാം കേട്ടതല്ലേ? യാക്കോവിനോട് അപ്പനായ ലാബാൻ പറയുന്നത് കേട്ടതല്ലേ? റാഹേലിന് ഓടിച്ചെന്നപ്പൻ്റെ കാൽക്കൽ വീഴാമായിരുന്നു. അപ്പാ, എനിക്കൊരു തെറ്റുപറ്റി, എൻ്റെ അപ്പൻ എന്നോട് ക്ഷമിക്കണം പറയാമായിരുന്നു. ഒരവസരം കിട്ടിയതാണ്, നല്ല സന്ദർഭം കിട്ടിയതാണ്. അവളുടെ കൂടാരത്തിലേക്ക് വന്നിരിക്കുന്നു. ആരും അറിയുകയില്ല, ആരും കേൾക്കുകയില്ല, ആരും കാണുകയില്ല. ധൈര്യമായി അവൾക്ക് അപ്പൻ്റെ അടുക്കൽ ചെല്ലാമായിരുന്നു. റാഹേലിന് ചെന്ന് അപ്പനോട് പറയാമായിരുന്നു, എൻ്റെ അപ്പ, ഞാനാണത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ യാക്കോബിൻ്റെ ഭാര്യ ആയെങ്കിലും എൻ്റെ അപ്പൻ്റെ വിഗ്രഹാരാധന വിട്ടില്ലായിരുന്നു. അപ്പ, ഞാൻ വിശ്വാസിയായ യാക്കോബിൻ്റെ ഭാര്യ ആയിരുന്നെങ്കിലും എൻ്റെ അപ്പൻ്റെ വിഗ്രഹാരാധന വിട്ടില്ലായിരുന്നു. എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ വിഗ്രഹാരാധന വിടാതെയാണ് ഞാൻ ഈ കല്യാണത്തിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സത്യാരാധനയിലേക്ക് ഉള്ളം കൊണ്ട് വന്നില്ല. എൻ്റെ പൂർവികന്മാരുടെ വിഗ്രഹാരാധനയിൽ തന്നെയാണ് ഞാൻ നിന്നത്. അപ്പൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ മോഷ്ടിച്ചു. അപ്പോൾ എനിക്ക് ദ്രവ്യാഗ്രഹവും ഉണ്ടായിരുന്നു. മാത്രമല്ല അപ്പൻ എനിക്ക് തരേണ്ടതൊക്കെ വേണ്ടതുപോലെ തന്നില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ കിട്ടിയത് കയ്യിലിരിക്കട്ടെ, അങ്ങനെയും ഞാൻ ചിന്തിച്ചു. അപ്പൻ എന്നോട് ക്ഷമിക്കണം. വേണമെങ്കിൽ ഈ ലാബാൻ്റെ അടുക്കൽ ഈ മോൾക്ക് ഏങ്ങലിടിച്ച് കരഞ്ഞുകൊണ്ട് അനുദപിച്ച് ഏറ്റു പറയാമായിരുന്നു, തിരുത്താമായിരുന്നു. പക്ഷേ ആ കിട്ടിയ സന്ദർഭം അവൾ പാഴാക്കി. അവൾ അന്തസ്സായി ആ ചാക്കിട്ടുമേലിരിക്കുകയാണ്. സ്വന്തം അപ്പൻ വന്നിട്ട് പോലും ഈ മോൾ എഴുന്നേൽക്കുന്നില്ല, റാഹേൽ എഴുന്നേൽക്കുന്നില്ല. നമുക്ക് വായിക്കാം, ഇങ്ങനെയാണ് 33-ാം വാക്യം മുതൽ വായിക്കുന്നത്. റാഹേലവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. അങ്ങനെ ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലേയയുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി, ഒന്നും കണ്ടില്ല താനും. അവൻ ലേയയുടെ കൂടാരത്തിൽ നിന്നിറങ്ങി റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേലിരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി, കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിയില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധനയെ കഴിച്ചു, ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. പ്രിയപ്പെട്ടവരെ, പാപം തിരുത്തേണ്ട സമയത്ത് തിരുത്താത്തത് കൊണ്ട്, പാപം ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട സമയത്ത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്തത് കൊണ്ട് റാഹേൽ പിതാക്കന്മാരുടെ നിരയിലെത്തിയില്ല. സഹോദരീ സഹോദരങ്ങളെ, പാപത്തെ ഏറ്റുപറയാൻ കിട്ടിയ സന്ദർഭം അത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട്, പാപത്തിൽ നിന്ന് വിട്ടുതിരിയേണ്ട സന്ദർഭം നഷ്ടപ്പെടുത്തിയത് കൊണ്ട്, വിഗ്രഹാരാധന ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട സന്ദർഭം അത് കളയാത്തത് കൊണ്ട് റാഹേൽ ആ ഭർത്താവായി യാക്കോബിനെ അടക്കിയ മക്പേല ഗുഹയിൽ
അവൾക്ക് ശവടക്കം കിട്ടിയില്ല. അപ്പൻ യാക്കോബിൻ്റെ അപ്പനായ ഇസ്ഹാക്കിനെയും അമ്മയായ റിബേക്കയെ അടക്കിയെടുത്ത്, അല്ല സഹോദരിയായ ലേയെ അടക്കിയെടുത്ത്, അബ്രഹാമിനെയും സാറായെ അടക്കിയെടുത്ത് അവിടെ ഒരിടത്തും ഈ റാഹേലിടം കിട്ടിയില്ല. അവിടേക്ക് കൊണ്ടുപോകാതെ വഴിയോരത്ത് കുഴി കുഴിച്ച് അവളെ അവിടെ ശവസംസ്കാരം ചെയ്തു. സഹോദരങ്ങളെ, വലിയ അർത്ഥമുള്ളൊരു കാര്യമാണത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. എവിടെ അടക്കം ചെയ്യുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തി ഉണ്ടെന്നൊന്നും ആരും ധരിക്കേണ്ട. എന്നാൽ ഉണ്ട് പ്രിയരെ, ഉണ്ട്. പിതാക്കന്മാരുടെ നിരയിൽ, വിശുദ്ധ പിതാക്കന്മാരുടെ നിരയിൽ ഞാൻ ചെന്നില്ലെങ്കിൽ നഷ്ടമാണ്. പിതാക്കന്മാർ വിശുദ്ധന്മാർ, വിശുദ്ധന്മാരുടെ നിരയിൽ നാം എത്തണം. നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ എന്ന് പിതാക്കന്മാർ പാടിയത് അത് ഈ ശവസംസ്കാരത്തെക്കുറിച്ച് ആയിരിക്കുകയില്ല. എങ്കിലും അതിലും ഒരു വ്യക്തമായ ചില സൂചനകളുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എന്താണ് അതിൻ്റെ സൂചന? ഈ ശരീരം ഇവിടെ അടക്കപ്പെട്ടാലും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ ഈ മൺശരീരം ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്നതാണ്, മർത്യമായത് അമർത്യത്വത്തെ ധരിക്കുന്നതാണ്. ഈ ശരീരം, ഈ മൺമയമായ ശരീരം, ഭൂമിയിൽ അടക്കപ്പെടുന്ന പൊടിയോട് ചേരുന്നതായി ഈ ശരീരം ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിൻ ശരീരം, പുനരുദ്ധാന ശരീരം പ്രാപിച്ച് നിത്യശോഭന തീരത്തേക്ക് പറന്നെത്തുന്നതാണ്. സ്നേഹിതരെ, വിശുദ്ധന്മാരുടെ നിരയിൽ നമുക്ക് സ്ഥാനം സമ്പാദിക്കണം. വിശുദ്ധന്മാരുടെ നിരയിൽ ഞാൻ വീണ്ടും വളരെ എളിമയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവേ, നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിലെന്ന് ഞാൻ പാടി. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കാനുള്ളതൊന്നും ഞാൻ ഇതുവരെയും സമ്പാദിച്ചില്ല. എൻ്റെ ഗ്രഹവിഗ്രഹങ്ങൾ ഞാൻ വിട്ടില്ല, എൻ്റെ വിഗ്രഹാരാധന വിട്ടില്ല, എൻ്റെ ജഡിക മോഹങ്ങൾ വിട്ടില്ല, എൻ്റെ ദ്രവ്യാഗ്രഹം വിട്ടില്ല, എൻ്റെ സ്വാർത്ഥതയും അഹന്തയും ഞാൻ വിട്ടില്ല, എൻ്റെ നികളവും കലഹ സ്വഭാവവും ഞാൻ വിട്ടില്ല. കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാപമെന്ന് എനിക്ക് മനസ്സിലായതൊന്നും ഞാൻ വിട്ടില്ല. കർത്താവേ, എന്നെ പരിശുദ്ധന്മാരുടെ നിരയിൽ നിർത്താൻ ഇന്ന് എനിക്ക് സുബോധമുള്ള സമയത്ത്, ഇന്ന് പാപത്തെ ഓർത്ത് അനുദപിക്കാൻ അവസരമുള്ളപ്പോൾ ഒരു സത്യാനുതാപം എനിക്ക് തരണമേ. സത്യമായൊരു പശ്ചാത്താപം എനിക്ക് തരണമേ. സത്യമായൊരു ഹൃദയ തകർച്ച എനിക്ക് തരണമേ. തകർന്ന ഹൃദയത്തോടെ ഏങ്ങലടിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു കർത്താവേ. കഴിഞ്ഞകാല പാപങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, അവിടുത്തെ തൃക്കരങ്ങളും തൃക്കാലുകളും മുറിഞ്ഞൊഴിയ രക്തത്താൽ, അവിടുത്തെ തിരുഹൃദയം വ്രണതമായി ഒഴിയ രക്തത്താൽ ഇന്ന് ഇപ്പോൾ എന്നെ കഴുകണമേ കർത്താവേ. എൻ്റെ പാപക്കറകൾ കഴുകണമേ, എൻ്റെ ദോഷങ്ങൾ കഴുകിക്കളയണമേ, എൻ്റെ ആത്മാവിൽ പിടിച്ച കറകൾ കഴുകി എൻ്റെ ജീവിത വസ്ത്രം അലക്കിത്തരണമേ കർത്താവേ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കിയലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കിയലക്കി വെളുപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ കർത്താവേ. ഇപ്പോൾ ഞാൻ ഈ വാക്കുകളെ കേൾക്കുന്ന സമയത്ത് എൻ്റെ മേൽ നിന്റെ കൃപ പകരണമേ കർത്താവേ. എൻ്റെ മേൽ നിന്റെ ആത്മാവ് ഇറങ്ങണമേ കർത്താവേ. സ്വർഗീയ തേജസ്സിൻ്റെ മേൽ കവിഞ്ഞൊഴുകണമേ കർത്താവേ. എൻ്റെ മേലുള്ള നിന്റെ അത്ഭുത കൃപ കാണുവാൻ, ലോകം അത് കാണത്തക്കവണ്ണം ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. ദൈവജനമേ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുവീൻ, പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ നിരയിലെത്തുവാൻ നിങ്ങളെ തന്നെ വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുവീൻ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഞാൻ ഞെട്ടലോടെ വായിച്ച ഒരു ഭാഗമുണ്ട്. ഞെട്ടലോടെ ഞെട്ടിപ്പോയി. എന്താണെന്നോ പ്രിയപ്പെട്ടവരെ, യാബോക്ക് കടവിൽ വെച്ച് യാക്കോബിന് ദൈവം പേര് മാറ്റി കൊടുത്തു. എന്താ പുതിയ പേര്? ഇസ്രായേൽ എന്ന് പേര് മാറ്റി കിട്ടിയതാണ്. എന്നാൽ യാബോക്ക് കടവിൽ വെച്ച് നീ ഇനി യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും എന്ന് കൽപ്പിച്ച നിത്യനായ ദൈവം പിന്നെ വേദപുസ്തകത്തിലെ താളുകൾ നാം നോക്കുമ്പോൾ പിന്നെയും യാക്കോബിന് വിളിക്കുന്നത് യാക്കോബ് യാക്കോബ് എന്നാണ്. ഇസ്രായേൽ എന്ന പേരിൽ വിളിക്കുന്നില്ല. എന്നാൽ റാഹേൽ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ഈ യാക്കോബിനെ ദൈവം വിളിക്കുന്നത് ഇസ്രായേൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് ഗ്രഹവിഗ്രഹം മാറി, കുടുംബത്തിൽ നിന്ന് പൈശാചിക ആരാധന മാറി, കുടുംബത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിൻ്റെ ചുടലക്കളം ഒഴിവായി. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് പൈശാചിക ബാധകൾ ഒഴിവായി. അപ്പോൾ ഇതാ പുതിയ പേരിൽ തന്നെ വിളിക്കാൻ സാധിച്ചു. റാഹേൽ പിശാചിന് ഇടം കൊടുത്തു. സഹോദരങ്ങളെ, യാക്കോബ് അപ്പോൾ അറിഞ്ഞില്ലെങ്കിലും യാക്കോബ് അന്ന് ഒരു കാര്യം ചെയ്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് യാക്കോബ് ചെയ്തത്? 35-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബ് അന്ന് എല്ലാവരെയും ശുദ്ധീകരിപ്പാൻ ഒരു തീരുമാനമെടുക്കുകയും
ആഹ്വാനം നൽകുകയും ചെയ്തു. 35-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. 4-ാം വാക്യം. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ദൈവജനമേ, ഗ്രഹവിഗ്രഹങ്ങളെല്ലാം കുഴിച്ചിട്ടു, എല്ലാം കുഴിച്ചിട്ടു. യാക്കോബ് അറിയാതെയും ചില വിഗ്രഹങ്ങളുണ്ടായിരുന്നല്ലോ റാഹേലിൻ്റെ കയ്യിൽ, അതും കുഴിച്ചിട്ടു. അത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴിതാ എല്ലാം സമാധാനമായി. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ചില വേണ്ടാതനങ്ങൾ കയ്യിലുള്ളത് കുഴിച്ചിടണം. അത് കുഴിച്ചിടാൻ കരിവേല വൃക്ഷം തേടി പോകണ്ട. അത് കുഴിച്ചിടാൻ നിങ്ങൾ ഗോകുൽത്തായിലേക്ക് പോകണ്ട. അതെല്ലാം കുഴിച്ചു മൂടുവാൻ നിങ്ങൾ യെരൂശലേം തീർത്ഥയാത്ര ചെയ്യണമെന്നില്ല. സഹോദരങ്ങളെ, അതെല്ലാം കുഴിച്ചിടുവാൻ ഗോകുൽത്തായിലെ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇപ്പോഴിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങളുടെ സമീപത്തേക്ക് വന്നിരിക്കുകയാണ്. മകനെ, നിൻ്റെ വിഗ്രഹാരാധനയെല്ലാം, നിൻ്റെ മന്ത്രവാദങ്ങളെല്ലാം, നിൻ്റെ അശുദ്ധ ജീവിതമെല്ലാം, നിൻ്റെ വ്യഭിചാര ജീവിതമെല്ലാം, നിൻ്റെ വേശ്യാസംഗമെല്ലാം, മകനെ നിൻ്റെ മദ്യപാന ആസക്തിയെല്ലാം, മകളെ നിൻ്റെ സിനിമയോടുള്ള അമിതമായ ആസക്തിയെല്ലാം, ദൈവവൈതലേ നിൻ്റെ വ്യാജഭാവമെല്ലാം, നിൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളും എല്ലാ കുണുക്കുകളും എല്ലാം പറിച്ച് എല്ലാം കുഴിച്ചു മൂടുക. സഹോദരങ്ങളെ, ആഭരണം മാറ്റാനല്ല പറഞ്ഞത്, ആഭരണം മാറ്റാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ആഭരണം വാങ്ങിക്കൊള്ളൂ, അതൊരു സ്വത്തല്ലേ. പൈസ ഇല്ലാതെ വരുമ്പോൾ ബാങ്കിൽ വെച്ച് പണയം വെച്ച് രൂപ മേടിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വസ്ത്രം നിറം മാറുന്നതല്ല, കഴുത്തിൽ നിന്ന് മാല മാറ്റുന്നതല്ല, കാതിൽ നിന്ന് കുണുക്ക് മാറ്റുന്നതല്ല, ഹൃദയം മാറ്റുന്നതാണ്. ചങ്കിൽ നിന്ന് ചോരയൊഴുക്കിയവൻ്റെ ലക്ഷ്യം മറക്കല്ലേ. ഗോകുൽത്തായിൽ തിരുവിലാവ് തുറന്ന് ചോരയും നീരും ഒഴുക്കിയവന് നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ നിങ്ങളുടെ വസ്ത്രത്തിന് നിറം മാറുകയല്ല, വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാതിലോ നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ കഴുത്തിലോ ആഭരണം അണിയുക എന്നുള്ളത് മാറ്റണമെന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ ഗ്രഹവിഗ്രഹങ്ങളെയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ശാപങ്ങളെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചിക അവകാശം പറയുന്ന സകല തിന്മകളെയുമാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ആരെല്ലാം തങ്ങളെ തന്നെ താഴ്ത്തുന്നു, ആരെല്ലാം ഗ്രഹവിഗ്രഹങ്ങളോട് യാത്ര പറയുന്നു, ആരെല്ലാം അത് കുഴിച്ചിടുന്നു. എന്നിട്ടോ ദൈവജനമേ, എല്ലാം ക്രൂശിൻ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് ഒരു പുതിയ സ്വാതന്ത്ര്യമാർന്ന ജീവിതം നയിപ്പാൻ ആരെല്ലാം കൊതിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു, ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നു. ഗ്രഹവിഗ്രഹങ്ങളെ വിടുവീൻ, പാപത്തോട് യാത്ര പറയുവീൻ, പുതിയ ജീവിതം തുടങ്ങുവീൻ. പ്രിയപ്പെട്ടവരെ, മക്പേലാവുകയിൽ അടക്കപ്പെടുവാനല്ല, ജീവനുള്ള ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനെ എതിരേൽക്കുന്ന വിശുദ്ധന്മാരുടെ നിരയേൽപ്പാൻ അതിനിവിടെ വെച്ച് ഒരുങ്ങുവീൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിപ്പീൻ, പാപത്തോട് യാത്ര പറഞ്ഞ് പുതിയ ജീവിതത്തോടെ ആരംഭിപ്പീൻ. യേശുവിന് മഹത്വം കൊടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ നേരെ തൃക്കരം നീട്ടിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നെറുകയിൽ അനുഗ്രഹം പകരുവാൻ അവിടുത്തെ ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ നെറുകയിൽ വയ്ക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉടയവനേ, നിന്റെ കരം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപ ഭാരങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപക്കറകളെല്ലാം കഴുകുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുരക്തത്തിന്റെ ശക്തിയുടെ മുദ്ര ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, രോഗത്തെയും ശാപത്തെയും പാപത്തെയും എല്ലാ ബന്ധനങ്ങളെയും നീ മാറ്റുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തിന്റെ അത്ഭുതകരമായ നിറവിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ, കുടുംബ സമാധാനം നൽകണമേ. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കണമേ.